അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ അതിലെ പ്രോപ്പർട്ടീസ്. ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ പ്രോപ്പർട്ടീസ് ഫസ്റ്റ് വൺ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് പ്രോപ്പർട്ടി, എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. എങ്ങനെ ചെയ്യാൻ നോക്കൂ. എക്സ് ഓഫ് എൻ കൺവല്യൂഷന് പ്രൂവ് ചെയ്യണം. ഇനി പ്രൂഫ് ആദ്യം LHS സ്റ്റാർട്ട് ചെയ്യുക. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ എന്നാണ് ജനറൽ ഫോർമുല. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ. ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ എന്താ, സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ. ഫസ്റ്റ് തന്നെ ജനറൽ ഫോർമുല അറിഞ്ഞിരിക്കണം കേട്ടോ. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ. ഇവിടെ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ. ഇനി ഡെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ അത് ഇമ്പൾസ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ എന്താ എഴുതേണ്ടത്, ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1 വെൻ എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മാത്രമേ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റൻസ് ഉള്ളൂ, അല്ലാത്ത സമയത്തോ അതർവൈസ് 0. ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1 വെൻ എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് വെൻ എൻ ഇസ് ഈക്വൽ ടു കെ അല്ലെങ്കിൽ കെ ഇസ് ഈക്വൽ ടു എൻ. കെ ഇസ് ഈക്വൽ ടു എൻ ആവുന്ന സമയത്ത് മാത്രമേ ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1. വെൻ കെ നോട്ട് ഈക്വൽ ടു എൻ ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0 വെൻ കെ നോട്ട് ഈക്വൽ ടു എൻ. അപ്പോൾ നമുക്ക് പരിഗണിക്കേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, കെ ഇസ് ഈക്വൽ ടു എന്നിൻ്റെ സമയത്ത് മാത്രമേ ഈ ഫംഗ്ഷന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതായത് ഇതിൻ്റെ ആൻസർ സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ എക്സിസ് ഓൺലി വെൻ കെ ഇസ് ഈക്വൽ ടു എൻ. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് ഇതിൻ്റെ ആൻസർ ഇസ് ഈക്വൽ ടു കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ ഒന്നും വേണ്ട, കെക്ക് എൻ വരുമ്പോൾ മാത്രമേ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റൻസ് ഉള്ളൂ. സിഗ്മ കെ ഇസ് ഈക്വൽ ടു എൻ എക്സ് ഓഫ് കെ. എന്താ ഡെൽ ഓഫ് എൻ മൈനസ് കെ എഴുതാഞ്ഞത്, കെ ഇസ് ഈക്വൽ ടു എൻ വരുമ്പോൾ ഡെൽ ഓഫ് എൻ മൈനസ് കെയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ കെയുടെ വാല്യൂ എൻ ആണെങ്കിൽ ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1. സിഗ്മ കെ ഇസ് ഈക്വൽ ടു എൻ എക്സ് ഓഫ് കെ ഇൻറ്റു 1, ദാറ്റ് ഈസ് എക്സ് ഓഫ് കെ. അതായത് സിഗ്മ കെ ഇസ് ഈക്വൽ ടു എൻ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് ഓഫ് എൻ സിഗ്മ എന്ന് പറഞ്ഞില്ല, കെക്ക് ആകെ ഒരു വാല്യൂ ഉള്ളൂ. സിഗ്മ കെ ഇസ് ഈക്വൽ ടു എൻ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു RHS. കെക്ക് സിഗ്മയൊന്നും കൊടുക്കാനില്ല, അവിടെ ആകെ ഒരു വാല്യൂ ഉള്ളൂ, ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. അപ്പോൾ പ്രൂഫായി എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. ഇതാണ് ഒരു പ്രോപ്പർട്ടി. ക്ലിയർ. അടുത്തത് ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ. അപ്പോൾ നേരത്തെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ എക്സ് ഓഫ് എൻ. അപ്പോൾ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ടു ഡെൽ ഓഫ് എൻ ടു ഡെൽ ഓഫ് എൻ. അപ്പോൾ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ മൈനസ് ടു ഡെൽ ഓഫ് എൻ മൈനസ് ടു. ഡെൽ ഓഫ് എന്നും വേറൊരു ഫംഗ്ഷനും കൂടി കൺവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഡെൽ ഓഫ് എൻ അല്ലാത്ത മറ്റേ ഫംഗ്ഷനായിരിക്കും ആൻസർ എന്ന് ചെയ്ത് നോക്കാതെ തന്നെ ഈ പ്രൂഫ് പ്രകാരം നമുക്ക് എഴുതാൻ പറ്റും, ഈ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എഴുതാൻ പറ്റും. സെക്കൻഡ് പ്രോപ്പർട്ടി, ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് എൻ. എങ്ങനെയാണ് നോക്കൂ, LHS സ്റ്റാർട്ട് ചെയ്യാം. ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ. ജനറൽ ഫോർമുല പ്രകാരം എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞ പോലെ ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ. ഇനി വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നോക്കേണ്ടത് എന്താ, ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1 വെൻ എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് കെ ഇസ് ഈക്വൽ ടു എൻ. അതായത് ദിസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ഓൺലി വെൻ കെ ഇസ് ഈക്വൽ ടു എൻ. അല്ലാത്ത സമയത്തോ വെൻ കെ നോട്ട് ഈക്വൽ ടു എൻ ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0. സോ സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് കെ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കെ എൻ ആവുമ്പോൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു എൻ ഡെൽ ഓഫ് കെ. അപ്പോൾ ഡെൽ ഓഫ് എൻ മൈനസ് കെ എവിടെ പോയി, എന്നിൻ്റെ വാല്യൂ കെ ആണെങ്കിൽ അല്ലെങ്കിൽ കെൻ്റെ വാല്യൂ എൻ ആണെങ്കിൽ ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ടാണ് അവിടെ എഴുതാത്തത്. അപ്പോൾ സിഗ്മ കെ ഇസ് ഈക്വൽ ടു എൻ ഡെൽ ഓഫ് കെ ഇസ് ഈക്വൽ ടു എന്താ, ഡെൽ ഓഫ് എൻ. അതായത് സിഗ്മ അവിടെ എക്സിസ്റ്റൻസ് ഇല്ല, കെക്ക് ആകെ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെൽ ഓഫ് കെയിലെ കെക്ക് എൻ കൊടുക്കുക. അപ്പോൾ ഡെൽ ഓഫ് എൻ ഇസ് ഈക്വൽ ടു RHS. അപ്പോൾ നമ്മളതും പ്രൂവ് ചെയ്തു, ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഡെൽ ഓഫ് എൻ. ഓക്കെ. അടുത്തത് കൺവല്യൂഷൻ പ്രോപ്പർട്ടി വിത്ത് കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ്.
കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഏതാ? എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ യു ഓഫ് എൻ. കൺവല്യൂഷൻ അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ, അത് അണ്ടർസ്റ്റുഡ് ആണ്. വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ്. യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ യു ഓഫ് എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ എക്സ് ഓഫ് എൻ, ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ ഡെൽ ഓഫ് എൻ ഡെൽ ഓഫ് എൻ. ഇനി ഫംഗ്ഷൻ എക്സ് ഓഫ് എന്നും യൂണിറ്റ് സ്റ്റെപ്പ് സീക്വൻസുമായിട്ടുള്ള കൺവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ആൻസർ? സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എൻ എക്സ് ഓഫ് കെ. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എൻ എക്സ് ഓഫ് കെ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂഫ് എങ്ങനെയാണ്? LHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ യു ഓഫ് എൻ മൈനസ് കെ. നമ്മളുടെ ജനറൽ ഫോർമുല പ്രകാരം എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ. അപ്പോൾ സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ യു ഓഫ് എൻ മൈനസ് കെ. അടുത്ത സ്റ്റെപ്പിൽ ഇസ് ഈക്വൽ ടു എന്താണ്? യു ഓഫ് എൻ മൈനസ് കെയുടെ പ്രത്യേകത? യു ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1 വെൻ എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു u of n minus k is equal to 1 when n minus k greater than or equal to 0. n minus k greater than or equal to 0 ആകുമ്പോഴാണ് u of n minus k is equal to 1. നമുക്ക് n minus k നമുക്ക് മൈനസ് കെ എന്ന് കിട്ടാൻ പാടില്ല, കെ എന്ന് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് എൻ പ്ലസ് കെ ലെസ് ദാൻ or equal to 0. ആ n minus k greater than or equal to 0യെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തുകൊണ്ടാണ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? നമുക്ക് മൈനസ് കെ എന്ന് വെച്ചിട്ട് ആൻസർ കിട്ടിയാൽ ശരിയാവില്ല, കെ എന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് n minus k greater than or equal to 0 എന്നുള്ളതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എൻ പ്ലസ് കെ ലെസ് ദാൻ or equal to 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ മൈനസിന് അപ്പുറത്തേക്കുമ്പോൾ പ്ലസ് എൻ ആവും. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അതായത് യു ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1 വെൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ നമ്മളുടെ സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ആ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ യു ഓഫ് എൻ മൈനസ് കെയിൽ യു ഓഫ് എൻ മൈനസ് കെ 1 ആവുന്നത് എവിടെ വരിക? കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ ദീസ് സമ്മേഷൻ ലിമിറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ടു മൈനസ് ഇൻഫിനിറ്റി. സമ്മേഷൻ ലിമിറ്റ്സ് ആർ റെഡ്യൂസ്ഡ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി ടു എൻ. അതായത് ശരിക്കും സമ്മേഷൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ. പക്ഷേ എപ്പോഴാണ് യു ഓഫ് എൻ മൈനസ് കെ 1 ആകുക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ നമ്മളുടെ സമ്മേഷൻ ലിമിറ്റ്സ് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി വരെ പോകേണ്ട കാര്യമില്ല, മൈനസ് ഇൻഫിനിറ്റി ടു എൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു എൻ എക്സ് ഓഫ് കെ. അപ്പോൾ ഇതിൽ കൊടുത്തു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എൻ. ഈ എൻ എങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ? കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് വരുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയില്ല, വേണ്ട എൻ വരേ ഉള്ളൂ. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങണേ? മൈനസ് ഇൻഫിനിറ്റിന്ന്. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ എൻ വരേ ഉള്ളൂ എന്നർത്ഥം. കെയുടെ വാല്യൂ ഈക്വൽ ടു എൻ അല്ലെങ്കിൽ ലെസ് ദാൻ എൻ വരെയുള്ളൂ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റൻസ്. എവിടെ നിന്ന് തൊട്ട്? മൈനസ് ഇൻഫിനിറ്റി തൊട്ട്. അപ്പോൾ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എൻ എന്താണ്? എക്സ് ഓഫ് കെ. അപ്പോൾ യു ഓഫ് എൻ മൈനസ് കെ എവിടെ പോയി? കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിൽ യു ഓഫ് എൻ മൈനസ് കെയുടെ വാല്യൂ 1 ആണെന്നാലോ നമ്മുടെ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കണേ. അപ്പോൾ അത് 1 ആണ്, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. അപ്പോൾ ആൻസറായി സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എൻ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു RHS. അപ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു sigma k is equal to minus infinity to n x of k is equal to RHS. Okay. Then commutative property of discrete convolution. Commutative property of discrete convolution. എന്താണത്? എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ. പ്രൂവ് ചെയ്യണം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം? അപ്പോൾ ആദ്യം LHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു നമ്മളുടെ ജനറൽ ഫോർമുല തന്നെയാണ് സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? എൻ മൈനസ് കെക്ക് വേറൊരു പാരാമീറ്റർ കൊടുത്തു, വേറൊരു വേരിയബിൾ കൊടുത്തു പി. എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു പി. എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു പി. ഇനി നമുക്ക് എൻ മൈനസ് കെനെ മാറ്റണം, ഇനി കെയും മാറ്റണം. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എന്ത് വരണം? മൈനസ് കെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് കെ, അപ്പോൾ പ്ലസ് പി അപ്പുറത്തേക്ക് വരും. എൻ മൈനസ് പി ഇസ് ഈക്വൽ ടു കെ. അപ്പോൾ എൻ മൈനസ് കെക്ക് പകരം പി കൊടുക്കുക. എല്ലാത്തിനെയും പിയുടെ ടേംസിലേക്ക് മാറ്റുകയാണ്, എല്ലാത്തിനെയും പിയുടെ ടേംസിലേക്ക് മാറ്റുക. അപ്പോൾ അതിൽ കെ മാറ്റണം. കെ ഇസ് ഈക്വൽ ടു എൻ മൈനസ് പി.
അപ്പോൾ എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ എന്നുള്ളത് എച്ച് ഓഫ് എൻ മൈനസ് കെ എന്നുള്ള അടുത്ത സ്റ്റെപ്പിൽ എച്ച് ഓഫ് പി ആവും. എക്സ് ഓഫ് കെ എന്നുള്ളത് കെ ഇസ് ഈക്വൽ ടു എൻ മൈനസ് പി, കാരണം എല്ലാം പിയുടെ ടേംസിലേക്ക് മാറ്റാൻ പോവാം. ഇനി വേറൊരു സാധനം കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. കെ എല്ലാം മാറ്റണ്ട, കെയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ പിയുടെ വാല്യൂ എന്തായിരിക്കും? കെ ഇസ് ഈക്വൽ ടു എൻ മൈനസ് പി എന്നാണ്. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക? കെയുടെ വാല്യൂ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ കെക്ക് നമ്മൾ മൈനസ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പിയുടെ ടേംസിലേക്കാണ് മാറ്റണം കേട്ടോ, എല്ലാം പിയുടെ ടേംസിൽ. അപ്പോൾ കെക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എൻ മൈനസ് മൈനസ് ഇൻഫിനിറ്റി, അപ്പോൾ എൻ പ്ലസ് പ്ലസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി പ്ലസ് എൻ എന്താ? ഇൻഫിനിറ്റി. അപ്പോൾ കെക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ പി പ്ലസ് ഇൻഫിനിറ്റി എന്ന് വരും. ഇനി അതേപോലെ കെക്ക് പ്ലസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോഴോ എൻ മൈനസ് ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു പി. എൻ മൈനസ് ഇൻഫിനിറ്റി മീൻസ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ കെക്ക് പ്ലസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ പിക്ക് മൈനസ് ഇൻഫിനിറ്റി, കെക്ക് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ പിക്ക് പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ നമ്മളുടെ സമ്മേഷൻ ലിമിറ്റ്സ് എന്തായിട്ട് മാറും? സിഗ്മ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും സമ്മേഷനിൽ പ്രശ്നമില്ല. ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. ഇൻ്റഗ്രേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതും ഇൻ്റഗ്രേഷൻ ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പക്ഷേ സമ്മേഷനിൽ അങ്ങനെ പ്രശ്നമില്ല. സമ്മേഷനിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ സിഗ്മ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി. ഇനി എന്താ ചെയ്തത്? കെക്ക് പകരം എന്താ കൊടുത്തത്? കെക്ക് പകരം എൻ മൈനസ് പി, എൻ മൈനസ് കെക്ക് പകരം എന്ത് കൊടുത്തു? പി. അപ്പോൾ എല്ലാത്തിനെയും പിയുടെ ടേംസിലേക്ക് മാറ്റി, കെ ഒക്കെ മാറ്റി. അപ്പോൾ സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് സിഗ്മ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി, കെക്ക് പകരം എൻ മൈനസ് പി. അപ്പോൾ എക്സ് ഓഫ് എൻ മൈനസ് പി, എച്ച് ഓഫ് എൻ മൈനസ് കെക്ക് പകരം പി, അപ്പോൾ എച്ച് ഓഫ് പി. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് പി എക്സ് ഓഫ് എൻ മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് കെ എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. അപ്പോൾ എച്ച് ഓഫ് പി ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് പി, സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് പി ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ. നമ്മൾ സാധാരണ എന്ത് വേരിയബിളാണ് പറയാറ്? കെക്ക് പകരം പി പറഞ്ഞു നോക്കിയേ. സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് പി എക്സ് ഓഫ് എൻ മൈനസ് പി അല്ലേ? എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ. അപ്പോൾ അതെ, അപ്പോൾ അത് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്നുള്ളത് ഈക്വൽ ടു എന്തായിട്ട് മാറി? എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു RHS, ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടികളാണ് നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്.